ഇടുക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ കക്കി ഡാമിന്റെ മുകളിലൂടെ ചടയമംഗലം ഡിപ്പോയിൽ നിന്ന് രാവിലെ 5 മണിക്ക് ഗവിയിലേക്ക് ഒരു ബജറ്റ് ടൂറിസം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ ഫാമിലി ബുക്ക് ചെയ്ത് ഗവിയിലേക്ക് വെച്ച് പിടിച്ചു. അടവി എക്കോ ടൂറിസം, ഗവി, പരുന്തുംപാറ അങ്ങനെയുള്ള ഒരു പാക്കേജ് ആയിരുന്നു അത്. 1750 രൂപയാണ് പെർ ഹെഡ്. 5 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്കെല്ലാം ഫുൾ ടിക്കറ്റ് ആണ്, ഹാഫ് ടിക്കറ്റ് ഒന്നും അവൈലബിൾ അല്ല. ഓൾ ടിക്കറ്റ് ചാർജസും ലഞ്ചും ഇൻക്ലൂഡഡ് ആണ്. ചടയമംഗലം മുതൽ പത്തനംതിട്ട വരെ ഒരു ബസ്സിലും പത്തനംതിട്ട ചെന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേറൊരു ഷോർട്ട് വീൽ ബസ്സിലുമാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ടിക്കറ്റിനകത്ത് ഇൻക്ലൂഡഡ് അല്ല, ലഞ്ച് മാത്രമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. കുട്ടവഞ്ചി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടവഞ്ചിയുടെ ടിക്കറ്റ് എല്ലാം കണ്ടക്ടർ എടുക്കും കേട്ടോ, കയ്യിൽ നിന്നും കാശൊന്നും ആവത്തില്ല. ബസ്സിനകത്ത് സ്പീക്കർ, പിന്നെ ഫുള്ള് ഡാൻസ്, പാട്ട്, ആകെ ഒരു പൊളി മൂഡിലാണ് നമ്മുടെ KSRTC ഈ ടൂറെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്. നമുക്ക് എല്ലാവർക്കും കുട്ടവഞ്ചി അങ്ങ് പെരുത്തിഷ്ടമായി. നല്ല ക്ലൈമറ്റ്, ആ ഒരു ചെറിയ തണുപ്പ്, ആ നദിയുടെ ശാന്തത, എന്തോ പറയാൻ, അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ വിചാരിച്ച ചെറിയ ആൾക്ക് കുട്ടവഞ്ചിയൊക്കെ പേടിയായിരിക്കുമെന്നാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് എൻജോയ് ചെയ്തത് അവനാണ്. നമ്മുടെ വഞ്ചി മാമനും നല്ല കമ്പനിയായിരുന്നു. പുള്ളി ആന വെള്ളം കുടിക്കാൻ ഇറങ്ങുന്ന സ്ഥലങ്ങൾ, പിന്നെ മഴക്കാലത്ത് ഇത് അടച്ചിടുന്ന അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ചില മരങ്ങൾ, മരത്തിലിരിക്കുന്ന കിളികൾ ഒക്കെ കാണിച്ചു തന്നു. എനിക്കാണ് ഈ KSRTC ടൂറിസം പരിപാടി അങ്ങ് ഇഷ്ടപ്പെട്ടു. സംഭവം നൈസാണ്, അധികം കാശ് ചിലവൊന്നുമില്ല, സേഫാണ്, നമുക്ക് ബോറടിക്കത്തില്ല. അവർക്ക് ഒരുപാട് ടൂർ പാക്കേജസ് അവൈലബിൾ ആണ്. അവരെല്ലാ മാസവും ടൂർ കലണ്ടേഴ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള ഡിപ്പോയിൽ ചെന്ന് നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളെ അവർ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ആ ഗ്രൂപ്പിൽ അവർ ടൂർ കലണ്ടേഴ്സ് ഷെയർ ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് സെലക്ട് ചെയ്യാം. നല്ല കോർഡിനേറ്റേഴ്സാണ്, നല്ല സ്നേഹത്തോടെയുള്ള പെരുമാറ്റമാണ്. എസ്പെഷ്യലി ലേഡീസിന്, പ്രായമായവർക്ക് ഒക്കെ ഇത് വളരെ സേഫാണ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും, പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയായിരിക്കും. ഒരുപാട് സംശയങ്ങളുണ്ടാവും, എങ്ങനെ പോകണം, എന്ത് ചെയ്യണം. ഇതത് പ്രശ്നമൊന്നുമില്ല, ബജറ്റും വളരെ കുറവാണ്, സേഫായിട്ട് നൈസായിട്ട് പോയിട്ട് വരാം. KSRTCക്ക് 1 ഡേ പാക്കേജസ് ഉണ്ട്, സ്റ്റേ ഉള്ള പാക്കേജസ് ഉണ്ട്, അമ്പലങ്ങൾ, ക്ഷേത്ര ദർശനങ്ങൾ മാതിരി അവർക്ക് പാക്കേജ് ഉണ്ട്. ഉത്സവ സീസണൊക്കെ അനുബന്ധിച്ച് ഒരുപാട് പാക്കേജസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യസമയം പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേരെ വെയിറ്റ് ചെയ്യിക്കുന്നത് അതൊന്നും ശരിയുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് അവർ ഏത് സമയത്ത് ബസ് പുറപ്പെടും, എത്ര സമയത്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ആ കൃത്യസമയത്ത് കൃത്യസ്ഥലത്ത് റിപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം, നമ്മൾ പോകുന്ന സ്ഥലം ക്ലീനായി സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ പോയിട്ട് അവിടെ വേസ്റ്റ് ഇടുക, പ്ലാസ്റ്റിക് ഇടുക, പേപ്പർ എറിയുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യരുത്. നിയമങ്ങൾ പാലിക്കുക, ഇൻസ്ട്രക്ഷൻസ് കറക്റ്റ് ഫോളോ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പോകരുത്, തൊടരുത്, ചെയ്യരുത് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് കിട്ടിയ ഡ്രൈവർ കം ഗൈഡ് പൊളിയായിരുന്നു. പുള്ളി ഓരോ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് അത്ര ക്ലിയർ ആയിട്ടായിരുന്നു. ഡാമുകൾ കാണുന്നുണ്ട്, അതിന്റെ 4 ഡാമുകളുടെ മുകളിലൂടെ പോകുന്നുണ്ട്. ഇടുക്കി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ കക്കി ഡാമിന്റെ മുകളിലൂടെ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളൊരു 12 കിലോമീറ്റർ കഴിയുമ്പോൾ ആദ്യം ഒരു ഡാം കാണും, മൂഴിയാർ ഡാമാണ്. ആ ഡാം അവിടെ കെട്ടിയിരിക്കുന്നത് ഇവിടേക്ക് ജലം എത്തിക്കാൻ വേണ്ടിയാണ്. 12 കിലോമീറ്റർ ടണലിലൂടെയാണ് ഇവിടേക്ക് ജലം എത്തിക്കുന്നത്. നമുക്ക് ആ വലത് സൈഡിൽ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പലം കാണാൻ പറ്റും. വലത് സൈഡിൽ ആ മലയുടെ മുകളിലേക്ക് നോക്കിയാൽ ഒരു അമ്പലം കാണാൻ പറ്റും. പിന്നെ കാട്ടിലൂടെയുള്ള യാത്രയാണ്. ഈ ഗവി ട്രിപ്പ് തന്നെ കാടാണ്. കാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റേഞ്ച് ഒന്നുമില്ല. അത് നേരത്തെ തന്നെ ഡ്രൈവർ, കണ്ടക്ടറൊക്കെ ഞങ്ങളോട് പറയും, നിങ്ങൾക്ക് വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ച് പറഞ്ഞോളൂ, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ നടത്തിക്കോളൂ, ഇനി അങ്ങോട്ട് റേഞ്ച് കാണത്തില്ല, ഇനി കാട് കഴിഞ്ഞാൽ റേഞ്ച് ഉണ്ടാവുള്ളൂ. പിന്നെ കാട്ടിൽ കയറുമ്പോൾ നമ്മൾ സ്പീക്കറെല്ലാം ഓഫ് ചെയ്യും, ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. അതുവരെ അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ ഇട്ട് അടിപൊളിയായിട്ടായിരിക്കും പോകുന്നത്. പക്ഷെ കാട് ബോർഡർ താണ്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈലൻ്റ് ആയിരിക്കും. ഈ കാണുന്ന സ്ട്രക്ചേഴ്സൊക്കെ അവിടെ ഈ ഡാം കെട്ടാനും ഇലക്ട്രിക് പ്രോജക്ട്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപേക്ഷിച്ച സാധനങ്ങളാണെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കാണുന്ന ഒരു ക്ലിയർ പാത്ത് കണ്ടോ, അത് ഈ ടവറിൻ്റെ ഇലക്ട്രിക് ലൈൻ പോകുന്ന സ്ഥലത്ത് മരങ്ങൾ വളരാണ്ടിരിക്കാൻ വെട്ടി നിർത്തിയേക്കുന്നതാണ്. കുറേ ദൂരം ഈറ്റക്കാടാണ്, ബസ്സിൽ ഇങ്ങനെ ഈറ്റ വന്ന് അടിച്ചുകൊണ്ടേയിരിക്കും. സോ കൈയും തലയും സൂക്ഷിക്കുക. രാവിലെ ഒരു പവർ ഹൗസ് കാണിച്ചില്ലേ, സീതത്തോട് പവർ ഹൗസ്, അതിലേക്ക് ടണൽ വഴിയാണ് 12 കിലോമീറ്റർ ടണൽ വഴിയാണ് വെള്ളം കൊണ്ടിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ ടണലിന്റെ ഷട്ടറാണിത്. ഈ വലത്ത് സൈഡിൽ കാണുന്ന ആ ടണലിന്റെ ഷട്ടറാണ്. ഇവിടുന്ന് ഭൂമിക്ക് അടിയിൽ കൂടിയാണ് 12 കിലോമീറ്റർ ടണലിലൂടെ വെള്ളം അവിടെ എത്തുന്നത്. അവിടേക്ക് വെള്ളം കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് ഈ ഡാം പണിതിട്ടുള്ളത് കേട്ടോ. പവർ ഹൗസ് ഉണ്ട് അപ്പുറത്ത്, ശബരിഗിരി എന്ന് കേട്ടിട്ടുണ്ട്, ശബരിഗിരി ഇലക്ട്രിക് പ്രോജക്ട്, അതാണ് അപ്പുറത്ത് കാണുന്നത്. മുകളിലൊരു ആ മലയിലേക്ക് നോക്കാൻ 3 പൈപ്പ് വരുന്ന കാണാം, പെൻസ്റ്റോക്ക് പൈപ്പ്.
ഇതിലേക്ക് നോക്കിയാൽ ആ മലയിലേക്ക് നോക്കിയാൽ അറിയാം. ആ പൈപ്പ് താഴെ അവസാനിക്കുന്നിടത്താണ് പവർ ഹൗസ്. അതിൽ നിന്ന് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന വെള്ളമാണ് ഇവിടെ സേവ് ചെയ്യുന്നത്. പൈപ്പിന്റെ മുകളിൽ ഏറ്റവും മുകളിൽ മരം ഉണ്ടോ, അതിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ആ പൈപ്പ് ക്രോസ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട്. വളരെ അടുത്ത് കാണാം നമുക്ക്. ഓരോ സ്ഥലത്തും നിർത്തി നമ്മളെ ഡ്രൈവർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇദ്ദേഹമാണ് സിംഹവാലൻ. നമ്മൾ കാട്ടിലൂടെയൊക്കെ പോകുമ്പോൾ മുന്നോട്ട് നോക്കിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ സൈഡുകളിൽ വശങ്ങളിലേക്ക് നോക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വശങ്ങളിലാണ് ഒരുപാട് മൃഗങ്ങളെ കാണാൻ സാധ്യത കൂടുതൽ. ഏതെങ്കിലും മൃഗങ്ങളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബസ്സിന്റെ ബെല്ലടിക്കണം. ഒച്ചയിടാനോ കൂവി ബഹളം വയ്ക്കാനൊന്നും പാടില്ല. മലയില്ലാത്തതുകൊണ്ട് 3 പെൻസ്റ്റോക്ക് പൈപ്പുകളിലാക്കിയാണ് താഴേക്ക് പോകുന്നത്. 2 കിലോമീറ്റർ പെൻസ്റ്റോക്കും 5 കിലോമീറ്റർ ടണലുമാണ്. ശബരിമല സീസണിൽ പോലീസിന്റെ വയർലെസ് സ്റ്റേഷൻ അവിടെ ആയിരിക്കും. നേരത്തെ നമ്മൾ കണ്ട വലിയ പൈപ്പില്ലേ, ആ പൈപ്പിന്റെ കാര്യമാണ് നമ്മുടെ ഡ്രൈവർ താഴെ വെച്ച് പറഞ്ഞത്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഈ നല്ല പച്ചപ്പുള്ള കാട്ടിനകത്ത് ഈ കള്ളിമുൾ ചെടികൾ വളർന്നു നിൽക്കുന്നതാണ്. ഇത്രയും മനോഹരമായ ഒരു ടെറയിൽ ഈ കള്ളിമുള്ളുകൾ എങ്ങനെ വന്നു എന്നുള്ളത് എൻ്റെ ഒരു ഡൗട്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സാരഥി പറഞ്ഞത്, പണ്ട് ഈ ഡാമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരൊക്കെ താമസിക്കാൻ വന്ന സമയത്ത് അവരുടെ വീടുകളൊക്കെ അലങ്കരിക്കാനായിട്ട് ഇതുപോലുള്ള ഒരുപാട് ഫോറിൻ ചെടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതായിരിക്കണം ഇവിടെ ഇങ്ങനെ പറ്റിപ്പിടർന്ന് കാടായിട്ടുള്ളത്. പിന്നെ നമുക്ക് നല്ല സ്പോട്ട് നോക്കി നിർത്തി തന്നു ഫോട്ടോ എടുക്കാൻ. നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു. നമ്മുടെ ഡ്രൈവർ ഏട്ടൻ 14 വർഷം സർവീസുള്ള ആളാണ്. പുള്ളി ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ്. പുള്ളിക്ക് ഈ കാട് നല്ല പരിചയമാണ്. ഓരോ മൃഗങ്ങളും ഓരോ മരങ്ങളും എവിടെയാണെന്ന് പുള്ളി കറക്റ്റ് സ്പോട്ട് ചെയ്യും. എഴുതി വെച്ചിട്ടുണ്ട് ഈ ഡാമിന്റെ പണി തുടങ്ങിയതും ഇത് കമ്മീഷൻ ചെയ്തതും 1889 തുടങ്ങി 1967 കാടാണ് നാടിന് സമർപ്പിച്ചത്. ഞാൻ ഇടനാഴിയിലോട്ട് അതിലേക്ക് നോക്കി ഏറ്റവും ലാസ്റ്റ് ഒരു മല കണ്ടോ, അതാണ് പൊന്നമ്പലമേടെന്ന് പറയും. ജ്യോതി തെളിയുന്ന പൊന്നമ്പലമേട്. മകരവിളക്കിന്റെ അന്ന് വൈകിട്ട് ജ്യോതി തെളിയുന്ന പൊന്നമ്പലമേടാണ് ഏറ്റവും ലാസ്റ്റ് മല. ലാസ്റ്റിൽ ഏറ്റവും ഹൈറ്റ് കാണുന്ന മല. ഈ ഡാമിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കണ്ടിട്ട്? നിർമ്മിച്ചിരിക്കുന്നതിൽ എൻ്റെ ഫോണിൽ സ്റ്റോറേജ് വളരെ കുറവായതുകൊണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഡാമുകളാണ് ഗവിയുടെ ഹൈലൈറ്റ്. ഡാമാണ്, എവിടെ തിരിഞ്ഞാലും ഡാമാണ്. ഞങ്ങൾ നല്ല വെയിലുള്ള സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ മൃഗങ്ങളെയും ഇങ്ങനെ അടുത്ത് കാണാൻ പറ്റത്തില്ല. കുറച്ച് മഴയുള്ള സമയത്താണെങ്കിലാണ് ഈ റോഡിൻ്റെ 2 വശങ്ങളിലും പുല്ലൊക്കെ തിന്നാനായിട്ട് മൃഗങ്ങൾ വരുന്നത്. വെയിൽ കൂടുന്നതിനനുസരിച്ച് ഇവർ ഉൾക്കാട്ടിലേക്ക് വലിയും. ഇവിടെ സെറ്റിൽമെൻറ്റ് ആൾക്കാരും താമസിക്കുന്നുണ്ട്. അതായത് ആദിവാസികൾ. അവരുടെ ലൈഫ് സ്റ്റൈലൊക്കെ വേറെയാണ്. അവർക്കുള്ള വീടുകളും ഒക്കെ നമുക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. ഏറുമാടം പോലുള്ള സ്ഥലങ്ങളൊക്കെ അവർ കെട്ടി ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവർ പുറത്തുനിന്നുള്ള ആൾക്കാരെ അധികം അങ്ങോട്ട് അടുപ്പിക്കാറില്ല. ഡാമുള്ള പോലെ തന്നെയാണ് ചെക്ക് പോസ്റ്റും. മുക്കിന് ചെക്ക് പോസ്റ്റുകളുണ്ട്. നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങളിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അവർ ബാഗ് വരെ തുറന്ന് പരിശോധിക്കും. കാരണം ഇവിടെ നിന്ന് നമ്മൾ വല്ലതും പറിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ ചെടി പോലും പിച്ചിക്കൊണ്ട് ബാഗിലൊന്നും വെക്കരുത് എന്നാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത്. പൂവായാലും ചെടിയായാലും ഇവിടെ നിന്ന് ഒന്നും നമ്മൾ പിച്ചാനോ പറിക്കാനോ ഒന്നും പാടില്ല. ഉച്ചയായപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. നമുക്ക് മുന്നേ വന്ന 2 ബസ് ഇവിടെ കിടപ്പുണ്ട്. നല്ലതായിരുന്നു. പൊരിച്ച മീനൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഗവിയുടെ ടൗണിലെത്തി. എന്നെപ്പോലെ ചിലരെങ്കിലും ഓർഡിനറി ഫിലിമൊക്കെ കണ്ടിട്ടായിരിക്കും അതും പ്രതീക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഫിലിമിലുള്ള പോലെയേ അല്ല ഗവി. അടുത്ത ആള് വരുന്നതാ ചോദിക്കാൻ വരുന്നു. അവിടെ ഒരു ചെറിയ ഷോപ്പ്, ഒരു ചെറിയ പോസ്റ്റ് ഓഫീസ്, അത്രയൊക്കെ ഉള്ളൂ. അവിടെ തേൻ, കുന്തിരിക്കം, ഏലക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഫോറസ്റ്റുകാരുടെ ഏലം കൃഷി, കുരുമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ സെറ്റിൽമെൻറ്റുകാരുടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത്. ഫോൺ ഓണായി വരും മുന്നേ ഒരു കരിങ്കുരങ്ങ് ചാടിപ്പോയി. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഏലം ഭയങ്കര ഹൈ ക്വാളിറ്റി ഏലമാണ്. നല്ല റേറ്റാണ്. നിങ്ങൾ കണ്ടായിരുന്നു ആനക്കൂട്ടത്തെ? അത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഡ്രൈവർ ഏട്ടൻ ബസ് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇങ്ങനെ എടുത്ത് എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. ആനക്കൂട്ടത്തെയും കണ്ട് ഞങ്ങൾ ഗവിയിലെ ബോർഡർ കഴിഞ്ഞ് ഇറങ്ങുവാണ്. ഇനി പരുന്തുംപാറയിലോട്ടാണ് പോകുന്നത്. കാട് കഴിഞ്ഞതോടുകൂടി നമ്മുടെ പാട്ടൊക്കെ പിന്നെ ഓണായി. വെയിൽ താന്നതോടുകൂടി ലേശം തണുപ്പടിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് തേയിലത്തോട്ടങ്ങളാണ്. ബസ്സിന്റെ ഗ്ലാസ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഫ്രണ്ട് വ്യൂ അത്ര നന്നായിരിക്കില്ല. പരുന്തുംപാറ എത്തിയപ്പോൾ നല്ല തണുപ്പും നല്ല തിരക്കും. എത്ര ചായ കുടിച്ചൊന്നും ഒരു പിടിയുമില്ല. ഇരുട്ട് വീണ് തുടങ്ങിയതുകൊണ്ട് തന്നെ പിന്നെ കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ ബസ്സിലോട്ട് പോയി. ആകെ മൊത്തത്തിൽ ട്രിപ്പ് നല്ല പൊളിയായിരുന്നു. എല്ലാവരും ഹാപ്പി. ഇനിയും ഇങ്ങനെയുള്ള ട്രിപ്പ് ബുക്ക് ചെയ്യണേ അമ്മ എന്നാണ് എൻ്റെ മോനും പറഞ്ഞത്. ഇത്രയും നേരം ക്ഷമിച്ചിരുന്ന് കണ്ട എല്ലാവർക്കും താങ്ക് യു. ടാറ്റാ, ബൈ ബൈ.